بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب اليه. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയനായ അധ്യക്ഷൻ ഷമീർ സാഹിബ്, വേദിയിലിരിക്കുന്ന സലീം മുഹമ്മദ് സാഹിബ്, എല്ലാം അബ്ദുറഹ്മാൻ സാഹിബ്, യുപി സാഹിബ്, ഈ മഹത്തായ സംഗമത്തിൻ്റെ സംഘാടകർ, സഹോദര സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാംഗ്ലൂർ സിറ്റിയിൽ സംഘടിപ്പിക്കുന്ന റമദാൻ സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇഫ്താർ സംഗമങ്ങൾ നടത്താറുള്ളത് എന്നതാണ്. ഇപ്രാവശ്യം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള തലക്കെട്ട് പ്രമേയം ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാവുക എന്ന പ്രമേയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. വിശ്വാസികളോട് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ സാക്ഷികളാവുക എന്നത് പടച്ചറപ്പിന്റെ കൽപ്പനയാണ്, ആഹ്വാനമാണ്. പരിശുദ്ധ ഖുർആനിൽ അദൽ, ഖിസ്ത് തുടങ്ങിയ പ്രയോഗങ്ങൾ 50-ലധികം തവണ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് നീതിക്ക് ഇസ്ലാം കൊടുക്കുന്ന പരിഗണനയുടെയും അതിന്റെ പ്രാധാന്യത്തിന്റെയും ഭാഗം കൂടിയാണ്. ഇത്രയധികം തവണ വിശുദ്ധ ഖുർആനിൽ നീതിയെ കുറിച്ച് സംസാരിച്ചു. അദൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നമുക്കറിയാം, അദൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ, സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ, പരാതികൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ഒരാൾ ഇടപെട്ട് മധ്യസ്ഥം വഹിച്ച് തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ൽ, നീതിപൂർവകം നിങ്ങൾ വിധി കൽപ്പിക്കുക. അതേസമയം ഖിസ്ത് എന്ന് പറയുന്നത് വിശ്വാസിയുടെ സഹജ സ്വഭാവം തന്നെ നീതിക്കൊപ്പമാകുന്നത്. നിങ്ങളൊരു പ്രശ്നത്തിൽ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെങ്കിലും, ജഡ്ജ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിലും, തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെങ്കിലും നീതിക്കൊപ്പം നിലകൊള്ളുക, അതാണ് ശുഹദാ ബിൽ ഖിസ്ത്. അപ്പൊ അദലും ഖിസ്തും തമ്മിലുള്ള സൂക്ഷ്മമായ വേർതിരിവ് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് സന്ദർഭത്തിലും നീതിക്കൊപ്പം നിലകൊള്ളുക എന്നത് വിശ്വാസികളോട് സവിശേഷമായി പടച്ച തമ്പുരാൻ കൽപ്പിച്ച കാര്യമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ൽ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു കാര്യം പ്രസ്താവിക്കുന്നു. അതിൽ കൊണ്ട് ഇവിടെ ഉദ്ദേശം തൗഹീദ് ആണ് എന്നതാണ്.
ഏകദൈവത്വമാണ് എന്നതാണ്. ഈ ഏകദൈവത്വം അതിലും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇസ്ലാമിന്റെ നീതിയുടെ കാഴ്ചപ്പാട് തൗഹീദിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാമിന്റെ നീതിയുടെ കാഴ്ചപ്പാട് പ്രപഞ്ചം, ദൈവം, മനുഷ്യൻ തുടങ്ങിയ ഇസ്ലാമിന് ഇവയോടുള്ള കാഴ്ചപ്പാടും സമീപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ എല്ലാവരും നീതിയുടെ കൂടെ നിലകൊള്ളുന്ന ആളുകളാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കണമെന്ന് പറയുന്നവരാണ്, നീതിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നവരാണ്. പക്ഷെ അത് ഉപരിപ്ലവമായ നീതി മാത്രമാണ്. ഒന്ന് പദാർത്ഥത്തെ അടിസ്ഥാനമാക്കിയ ഭൗതികവാദങ്ങൾ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം തുടങ്ങിയ ഭൗതിക ദർശനങ്ങൾ, ആത്മീയതയെ കേന്ദ്രമാക്കിയ ക്രിസ്തുമതം പോലെയുള്ള റിലീജിയൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന മതങ്ങൾ. അതേപോലെ നമുക്കറിയാം, അപരമത വിദ്വേഷം പ്രമേയമാക്കി ആളുകളെ ഹിംസാത്മകമായി കൈകാര്യം ചെയ്യുന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ. ഇവർക്കെല്ലാം നീതിയുണ്ട്, പക്ഷേ അത് അവരുടെ ഫിലോസഫിയിൽ അധിഷ്ഠിതമാണ്, അവരുടെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ആ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ നീതിക്കൊരു പരിമിതിയുണ്ട്. അത് മനുഷ്യനെ ഭൗതികമായി മാത്രം അപ്രോച്ച് ചെയ്യുന്ന ദർശനങ്ങളാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട വ്യതിരക്തത എന്ന് പറയുന്നത്. ഭൂമിയെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവത്തിന്റെ കൽപ്പനയാണ് നീതി പാലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടിപ്പിന്റെ ആഴവും സൗന്ദര്യവും ഇസ്ലാമിലെ നീതി സങ്കല്പത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ നമുക്കറിയാം, സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ ആശയത്തെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസ ബിൽ ഖിസ്ത്. പ്രവാചകന്മാർ, മുഴുവൻ പ്രവാചകന്മാരുടെ കൂടെ വേദഗ്രന്ഥങ്ങളും ത്രാസും നാം അവതരിപ്പിച്ചു. ലിയഖൂമ അന്നാസ ബിൽ ഖിസ്ത്, നീതിപൂർവ്വം ജനങ്ങളോട് തീർപ്പ് കൽപ്പിക്കാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ എന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ് പ്രവാചകന്മാരോട് മുഴുവൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് നീതി പുലർത്താനും നീതിക്ക് വേണ്ടി സാക്ഷികളാകാനും വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 105 മുതൽ 112 വരെയുള്ള ഒരു ആയത്തുണ്ട്. നമ്മളെല്ലാവരും ഇത് പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. ജൂത സഹോദരനായ സയ്യിദ് ഇബ്നു സമീൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടി ആകാശം ഇടപെട്ട വരികളാണ് ഈ 7 വചനങ്ങൾ എന്ന് പറയുന്നത്. ഒരു മുസ്ലിം സഹോദരൻ പടയങ്കി മോട്ടിക്കുകയും അങ്ങനെ ആ പടയങ്കി വേറെ ഒരു ജൂത സഹോദരന്റെ അടുത്ത് ഒളിപ്പിച്ചു വെക്കുകയും നീതിന്യായ കോടതിയിലെത്തുകയും പ്രത്യക്ഷത്തിലുള്ള തെളിവ് എല്ലാം ജൂതനെതിരായപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനെതിരെ വിധിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് ഈ ജൂത സഹോദരന്റെ അടുത്താണ് നീതി എന്ന് വിശുദ്ധ ഖുർആൻ ദീർഘമായി പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് സൂറത്തുൻ നിസായിലെ ഈ വചനങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകന്റെ അടുത്ത് ഒരു സ്ത്രീ മോഷണത്തിൽ പിടിക്കപ്പെട്ട പ്രതിയായി കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ പ്രതിയെ മോചിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ഗോത്രത്തിലെ പ്രമുഖർ പ്രവാചകൻ ഏറ്റവും വാത്സല്യമുള്ള ഉസാമത്ത് ഇബ്നു സയ്യിദിന്റെ അടുത്ത് വരികയാണ്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന്, താങ്കൾ പ്രവാചകനോട് പറയണം, ഇങ്ങനെ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മോഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ കൈ മുറിക്കുന്നത് ഞങ്ങളുടെ ഗോത്രത്തിന്റെ അപമാനമാണ്, മോഷണത്തിൽ പിടിക്കപ്പെട്ടത് തന്നെ ഞങ്ങൾക്ക് കുറച്ചില്ല. അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിൽ വരികയാണ്. പ്രവാചകന്റെ അടുത്ത് വന്നപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വാത്സല്യമുള്ള ഒരാളാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കണ്ടപ്പോൾ നബി ചിരിച്ച് സ്വീകരിക്കുകയാണ്. ഈ ആവശ്യം നബിയുടെ മുന്നിൽ അദ്ദേഹം സമർപ്പിച്ചപ്പോൾ നബിയുടെ മുഖം ചുവക്കുകയാണ്, ദേഷ്യം കൊണ്ട് ചുവക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, വല്ലാഹി ലൗ സരിഖത് ഫാത്തിമത്തു ബിന്തു മുഹമ്മദ് ലഖതഅതു യദഹ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കത്തുന്നതെങ്കിലും അവളുടെ കൈ ഞാൻ വിട്ടുവന്ന് സത്യം ചെയ്തുകൊണ്ട് റസൂൽ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ഖൈബറിലെ പ്രദേശത്തെ മനുഷ്യരുടെ നീതി പിരിക്കാൻ വേണ്ടി, നികുതി പിരിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു റവാഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എത്തിയപ്പോൾ കുറഞ്ഞ നികുതി പിരിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ
ഖൈബറിലെ ജൂത സഹോദരന്മാർ അബ്ദുല്ലാഹി ഇബ്നു റവാഹയ്ക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവരോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ആകാശവും ഭൂമിയും നിലനിൽക്കുന്നത് ഒരു സന്തുലിതത്വത്തിലാണ്. ആ സന്തുലിതത്വമാണ് നീതി എന്ന് പറയുന്നത്. അതിനാണ് വിശുദ്ധ ഖുർആൻ മീസാൻ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര എനിക്ക് വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ചെയ്താലും നീതി വിട്ടു പെരുമാറാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ആൺകുട്ടി ഓടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ. ആ ആൺകുട്ടിയെ ആ പിതാവായ സഹാബി മടിയിൽ വെക്കുകയും ചുംബിക്കുകയും ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ പെൺകുട്ടി ആ സദസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് തന്റെ മകളാണ്. പക്ഷേ അദ്ദേഹം അവരെ മടിയിൽ ഇരുത്താതെ കുറച്ച് സൈഡിൽ മാറ്റി ഇരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുകയാണ്. ഫഹല്ല അദൽത ബൈനഹുമ, അവർ രണ്ടുപേർക്കിടയിലും നീതി പാലിക്കാതിരിക്കാൻ നിനക്ക് എന്തുണ്ട് ന്യായം എന്ന് പ്രവാചക തിരുമേനി ചോദിക്കുകയാണ്. സ്വന്തം മക്കളോട് നീതി കാണിക്കുക എന്ന് പറയുന്നത് പിതാവിന്റെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ അനീതി കാണിക്കുന്നതിൽ ഏറ്റവും വലിയ അനീതി സ്വന്തം മക്കളോട് കാണിക്കുന്ന അനീതിയാണ്. മൂത്താളോട് ഒരു വിധത്തിൽ പെരുമാറുന്നു, ആ ഇളയാളോട് വേറെ രീതിയിൽ പെരുമാറുന്നു. മക്കളോട് കാണിക്കുന്ന അനീതിയാണ് ഭൂമിയിൽ ഏറ്റവും വലിയ അനീതി എന്ന് നമ്മുടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നീതിമാനായ ഭരണാധികാരി അർശിന്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയത് നീതിമാനായ ഭരണാധികാരിയാണ്. ആ ഇമാമുൽ ആദിൽ, നീതി പുലർത്തുന്ന ഭരണാധികാരിയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അധികാരം ലഭിക്കുമ്പോഴാണ് നീതിയിൽ നിന്ന് തെറ്റാനുള്ള സാധ്യത മനുഷ്യൻ കൂടുതൽ ഉണ്ടാവുക. പവറുള്ളിടത്താണ് നീതിയും അനീതിയും ഉണ്ടാവുക. അപ്പൊ നീതിയുടെ കൂടെ നിൽക്കണമെങ്കിൽ തനിക്ക് അനീതി വിധിച്ചാൽ കുഴപ്പമില്ലാത്ത അധികാരത്തിന്റെ ഉന്മാദ ലഹരി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു അധികാരി ത്യാഗപൂർവ്വം നീതിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ ത്യാഗമാണ്. അതുകൊണ്ടാണ് അർശിന്റെ നാളെ ഒരു തണലുമില്ലാത്ത സമയത്ത് സ്വന്തം ബന്ധങ്ങളോ ധനമോ സമ്പത്തോ ആസ്തിയോ ഒന്നും ഉപകാരപ്പെടുന്ന ഒരു കാലത്ത് തന്റെ കർമ്മങ്ങൾ മാത്രം ഉപകാരപ്പെടുന്ന നിഴലുകളും തണലുകളും ഇല്ലാത്ത ലോകത്ത് കൊടും ചൂടിൽ തണൽ ലഭിക്കുന്ന ആളുകളിൽ ഒന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയത് ഈ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ നാളിൽ നമുക്കറിയാം പ്രവാചക തിരുമേനി മക്ക ജയിച്ചടക്കിയിരിക്കുകയാണ്. പ്രവാചകൻ ഭരണാധികാരിയാണ്. പ്രവാചകന്റെ കൂടെ 10,000-ഓളം സൈന്യങ്ങളുണ്ട്. എന്തിനും ഏത് ഉത്തരവും പാലിക്കാൻ സന്നദ്ധരായ ശക്തരായ മനുഷ്യർ. അതെല്ലാം നിൽക്കെ പ്രവാചക തിരുമേനി ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ഒരു കാലത്ത് പ്രവാചകനെ ദ്രോഹിച്ച മനുഷ്യരാണ്. മുന്നിൽ നിൽക്കുന്ന തലകുലിച്ചു നിൽക്കുന്ന ആളുകൾ പ്രവാചകൻ അങ്ങേയറ്റം ഉപദ്രവിച്ചവരാണ്. ഒരു കാലത്ത് പ്രവാചകൻ അതേ കഅബയുടെ ചാരത്ത് സുജൂദ് ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകന്റെ പരടിയിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയി നിക്ഷേപിച്ച് എഴുന്നേൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ രംഗം കണ്ട് കൈകൊട്ടി ചിരിച്ചവരോ അവരുടെ ബന്ധുക്കളോ അതിന് സഹായിച്ചവരോ തന്നെ മുന്നിലുണ്ട്. പ്രവാചക തിരുമേനി അന്ന് ആ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുടെ ഭാരവും ദുർഗന്ധവും കാരണം സുജൂദിൽ നേങ്ങി കരുത ചരിത്രം നമുക്കറിയാം. അത് വലിച്ചു നീക്കാൻ വേണ്ടി കൊച്ചുകുട്ടിയായ ഫാത്തിമ വരുന്ന രംഗമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് വലിച്ച് നീക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഭാരം കാരണം തിരിച്ചു പോവുകയാണ്. ഇതെല്ലാം കണ്ട് പരിഹസിച്ചിരിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരും അങ്ങനെ ചെയ്ത ആളുകളുമെല്ലാം തന്റെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് നബി തിരുമേനി പറയുന്നത്, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയുമില്ല എന്നതാണ്. അങ്ങനെ ഒരു പ്രതികാരവും ചെയ്യാതെ തന്നെ അങ്ങേയറ്റം ദ്രോഹിച്ച മനുഷ്യനെ പ്രവാചകൻ വെറുതെ വിടുകയാണ്. അക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പോകാതെ തലകുനിച്ചു നിൽക്കുകയാണ്. ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് പ്രവാചകന്റെ വചനങ്ങൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഒരു കാലത്ത് മക്കയിൽ തന്റെ അടുത്ത് കഅബയുടെ താക്കോൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രവാചകന്റെ ആഗ്രഹമായിരുന്നു കഅബയുടെ ഉള്ളു തുറന്ന് വാതിൽ തുറന്ന് ഉള്ളിൽ നമസ്കരിക്കണമെന്നത്.
ആ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി തന്റെ അരുമശിഷ്യനായ അലി ഇബ്നു അബീ ത്വാലിബിനെ ഉസ്മാൻ ഇബ്നു തൽഹയുടെ വീട്ടിലേക്ക് വിടുകയാണ് ആ താക്കോൽ ചോദിക്കാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം താക്കോൽ തന്നില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. പിന്നെ പ്രവാചകൻ ഉസ്മാൻ ഇബ്നു തൽഹയുടെ വീട്ടിൽ പോവുകയാണ്. ആ സമയത്തും പ്രവാചകൻ ആക്ഷേപിക്കുകയും ഇനി എന്റെ മുറ്റത്ത് നിന്നാൽ ചാട്ടവാറ് കൊണ്ട് നിനക്ക് പ്രഹരമേൽക്കേണ്ടി വരും മുഹമ്മദ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ് ഉസ്മാൻ ഇബ്നു തൽഹ. ആ ഉസ്മാൻ ഇബ്നു തൽഹയോട് കൈ നീട്ടാൻ നബി തിരുമേനി പറയുക. ഉസ്മാൻ ഇബ്നു തൽഹ വിചാരിച്ചത് എന്റെ കൈ എന്തായാലും വെട്ടും എന്നതാണ്. പക്ഷേ നബി തിരുമേനി താൻ സൂക്ഷിച്ച് അതേ ചൂടും ചൂരുമുള്ള താക്കോൽ കൂട്ടം ഉസ്മാൻ ഇബ്നു തൽഹയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഇനി മുതൽ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പ് നീയും നിന്റെ കുടുംബവുമാണ് ഏൽക്കേണ്ടതെന്ന് പ്രവാചകൻ പറയുകയാണ്. ഇന്നുവരെ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പ് ഉസ്മാൻ ഇബ്നു തൽഹയുടെ കുടുംബമാണ് സൗദി അറേബ്യയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നീതിയോടുള്ള പ്രവാചകന്റെ സമീപനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രവാചകൻ മാത്രമല്ല, ഭൂമിയിലേക്ക് നിയോഗിതരായ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുത്ത കൽപ്പനയാണ് വിട്ടുവീഴ്ചയില്ലാതെ, ഇടതടവില്ലാതെ, ചഞ്ചലയില്ലാതെ നീതിയുടെ കൂടെ നിൽക്കണമെന്നത്. അതുകൊണ്ട് നീതിയുടെ കൂടെ നിൽക്കാൻ മുസ്ലിം സമൂഹം സച്ചരിതായ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അനീതിക്ക് കൂട്ടുനിൽക്കാത്തതിന് പീഡനങ്ങളേറ്റ സഹാബിമാരുണ്ട്, അതുപോലെ ഇമാമുമാരുണ്ട്. ഇമാം ഹദ്റത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അനീതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ, അനീതിയോട് കോംപ്രമൈസ് ചെയ്യാത്തതിന്റെ പേരിൽ ഉടലും തലയും ഏർപ്പെട്ട് ഷഹീദായ രക്തസാക്ഷിയായ പ്രവാചക പൗത്രൻ ഹുസൈൻ ഇബ്നു അലിയുടെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഒരു സമയത്ത് പോലും അനീതിയോട് രാജിയാവാത്ത പ്രവാചക രക്തം സിരകളിലോടുന്ന മഹാനാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കേട്ടതാണ്. ചരിത്രത്തിൽ നമുക്കറിയുന്ന പ്രധാനപ്പെട്ട ഇമാമുമാർ, ഇമാം അബൂ ഹനീഫ ജയിലിൽ കിടക്കേണ്ടി വന്നത് അനീതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായത് കൊണ്ടാണ് ജയിലറകളെ സ്വീകരിക്കാൻ ഇമാം അബൂ ഹനീഫ തയ്യാറായത്. ഒടുവിൽ അദ്ദേഹം പുറത്തിറങ്ങുമ്പോ വിഷം കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ പുറത്തു കിടത്തിയത്. ആ വിഷബാധയേറ്റാണ് മഹാനായ ഇമാം അബൂ ഹനീഫ രക്തസാക്ഷിയായത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനായിരുന്ന ഇമാം മാലിക് റഹ്മഹുല്ലാ അദ്ദേഹത്തെ കഴുതപ്പുറത്തിരുത്തി തല മൊട്ടയടിച്ച് അദ്ദേഹത്തെ കരിയോയിൽ തേച്ചുകൊണ്ട് അപമാനിച്ച് മദീനയുടെ പട്ടണത്തിലൂടെ കൂക്കുവിളിച്ച് നടത്തിച്ചത് അനീതിക്ക് കൂട്ടുനിൽക്കാൻ ഇമാം മാലിക് തയ്യാറാവാത്തത് കൊണ്ടാണ്. ഇമാം മാലിക്കിന്റെ ശിഷ്യൻ ഇമാം ശാഫിഈ റഹ്മഹുല്ലാ അദ്ദേഹത്തെ യമൻ മുതൽ ബഗ്ദാദ് വരെ കൈകൾ ചങ്ങലക്കിട്ട് കാലുകളും ചങ്ങലക്കിട്ട് ശരീരം വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ശരീരത്തിന് തൊലി മുഴുവൻ പോകുന്ന രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയത് അനീതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം ജയിലിൽ രക്തസാക്ഷിയായത് അനീതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ്, നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിലാണ്. ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് ഒരു ആലങ്കാരിക വചനമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ സന്തുലിതത്വം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ശുഹദാ ബിൽ ഖിസ്ത് എന്ന് പറയുന്നത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ സുജൂദ് ചെയ്യുമ്പോഴാണ് കൂട്ടിട്ട കാലുകൊണ്ട് അദ്ദേഹത്തിന് തലക്ക് ചവിട്ടേൽക്കുന്നത്. രക്തം തർദിച്ച് രക്തസാക്ഷിയായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ലോക ചരിത്രത്തിലെ മഹാന്മാരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. വലിയ വലിയ പീഡനങ്ങൾ അവരേറ്റത് എന്തിന്റെ പേരിലാണ് എന്ന് ചരിത്രം പറഞ്ഞു നോക്കുക. തന്റെ രണ്ട് കൈകളും വിലങ്ങ് വെച്ചുകൊണ്ട് തന്നെ ആഞ്ഞാഞ്ഞു പ്രഹരിക്കുന്ന സൈനികർ, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. അവസാനം അടികൊണ്ട് തന്റെ വസ്ത്രങ്ങളെല്ലാം പിന്നിക്കീറാൻ തുടങ്ങി. അവസാനം അടിവസ്ത്രം മാത്രം ബാക്കിയായി. അപ്പോഴാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഞാൻ ഇത്രയും കാലം സഹിച്ച മർദ്ദനങ്ങളെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ, നീ തൃപ്തിപ്പെട്ടതാണെങ്കിൽ ഭൂമിയിൽ എന്റെ നഗ്നത നീ വെളിപ്പെടുത്തരുത് അല്ലാഹ് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ സ്വീകരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ ധാരാളം ആളുകൾ, മുജദ്ദിദുകൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം തങ്ങളുടെ ജീവൻ കൊടുത്തത്
നീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതിന്റെ കാരണമാണ്. അത് നമുക്കറിയാം. നീതി, ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്, ഇക്വാലിറ്റി, സമത്വം എന്ന് പറയുന്നത്, ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് കഅബയുടെ മുകളിലേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കയറി ബാങ്ക് വിളിക്കാൻ നബി തിരുമേനി ആജ്ഞാപിക്കുന്നത്. നബിയെ, ഈ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധനാണ്. നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. ഇമാമാണ്, മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ. അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹം വഴി ഇസ്ലാമിലേക്ക് വന്ന മഹാന്മാരായ സഹാബികൾ സദസ്സിലുണ്ട്. അവരൊന്നും വിളിക്കാതെ സാധുവായ എന്നെ വിളിക്കുന്നതിലുള്ള പരാതിയും പരിഭവവും ബിലാൽ റളിയല്ലാഹു അൻഹു പറയാൻ അവസാനം റസൂൽ സമ്മതിക്കുന്നില്ല. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ ന്യായം, എനിക്ക് ആ കഅബയുടെ മുകളിലേക്ക് ഒറ്റയ്ക്ക് കയറാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുമല് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ചുമലിൽ ചവിട്ടി നീ കഅബയുടെ മുകളിലേക്ക് കയറുക. ഒരു കാലത്ത് ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്ന മറ്റ് അത്താഴമായി ഭക്ഷിച്ചിരുന്ന ബിലാൽ, നഗ്നത മറക്കാൻ ഒരു ചാക്കിന്റെ കഷ്ണം മാത്രം വസ്ത്രമായി ധരിച്ചിരുന്ന ബിലാൽ, എത്യോപ്യയിൽ നിന്ന് വന്ന വിലക്ക് വാങ്ങിയ അടിമയായി മക്കയിൽ ആട്ടും തുപ്പുമേറ്റ് ജീവിച്ചവരാണ്. ഒരു കാലത്ത് യാ യുഹന്നാസ് എന്ന് മക്കയിൽ പ്രബോധനാവശ്യാർത്ഥം പ്രവാചക തിരുമേനി വിളിച്ചപ്പോ ബഷീ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബിലാലിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ബിലാലിനോട് പറയുകയാണ്, ബിലാലെ, ഞാൻ ഇന്നൊരു ശബ്ദം കേട്ടു, ഞാനും നീയുമൊക്കെ മനുഷ്യരാണ് എന്ന് മക്കയിൽ ഒരാൾ പറയുന്നു. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ തൊലിയിൽ ഇങ്ങനെ നുള്ളി നോക്കുകയാണ്. എന്നിട്ട് പറയാൻ, ഈ കറുത്ത തൊലിയുള്ള ഞാനും നീയുമൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നവരോ നിനക്ക് പിഴച്ചതായിരിക്കും ബഷീ, അതൊരിക്കലും സംഭവിക്കില്ല. മനുഷ്യൻ എന്ന് വിളിച്ച അത്ഭുതം കൂടിയ ഒരാളെ ലോകത്തെ സൃഷ്ടിശ്രേഷ്ഠന്റെ ചുമല് പടവാക്കി കഅബയുടെ മുകളിലേക്ക് കയറ്റി ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിക്കുകയാണ്. ബാങ്ക് വിളിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കഅബയുടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ബിലാലുൻ മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്. അന്നാസു സവാസിലത്തുൻ കഅസ്നാനിൽ മുസ്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യൻ സമന്മാരാണ്. അവൻ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ എന്ന് വിളിച്ച കാലഘട്ടം ഏതാണ്? പ്രിയപ്പെട്ടവരെ, സ്വന്തം ഗോത്രത്തിലെ ആളുകളെ മനുഷ്യരായി മാത്രം ധരിച്ചിരുന്ന ഒരു സമൂഹമാണ് അറബികൾ എന്ന് പറയുന്നത്. മറ്റു ഗോത്രത്തിലെ ആളുകൾ തങ്ങളുടെ തടാകത്തിൽ ആ ഗോത്രത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒട്ടകം വന്ന് വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ വർഷങ്ങൾ യുദ്ധം ചെയ്ത പാരമ്പര്യം അറബികൾക്കുണ്ട്. അതാണല്ലോ അയ്യാമുൽ അറബ് എന്ന് പറയുന്ന ചരിത്രം. അങ്ങനെ ആ ഗോത്രത്തിൽപ്പെട്ട ഒരു മൃഗം ഇവിടെ വന്ന് വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ ആ ഗോത്രത്തിലെ മനുഷ്യരെ കൊന്നെടുക്കുന്ന പാരമ്പര്യമുള്ള ജനങ്ങളുടെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടാണ് പ്രവാചക തിരുമേനി പറയുന്നത്, യാ യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഹേ മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. അതിന് തത്തുല്യമായ പ്രയോഗം മാസ് എന്ന പ്രയോഗമാണ്. വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത മനുഷ്യക്കൂട്ടമാണ്, സംഘമാണ് യാ യുഹന്നാസ് എന്ന് പറയുന്നത്. അങ്ങനെ വിളിച്ച് സമത്വത്തിന്റെ ഒരു ആദർശത്തെ തന്റെ ജീവിതകാലത്ത് തന്നെ അടിയുറപ്പിച്ചു നിർത്തിയത് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ സമത്വം ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന, വിമോചനം ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിങ്ങനെ വളരെ പെട്ടെന്ന് പടർന്നു പന്തലിച്ച ചരിത്രം നമുക്കറിയാം. ആഫ്രിക്കയിൽ ഇസ്ലാം പടർന്നു പന്തലിക്കുകയും സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ മാത്രമെന്ന് പറഞ്ഞ വിമോചനത്തിന്റെ ദർശനങ്ങളെ ആഫ്രിക്ക പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച ചരിത്രവും നമുക്കറിയാവുന്നതാണ്. കാരണം എന്താണ്? സമ്പൂർണ്ണ നീതിയുടെ വാഗ്ദാനമാണ് അള്ളയും റസൂലും ഭൂമിയിലേക്ക് നൽകിയത്, മനുഷ്യർക്ക് നൽകിയത്. നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നീതിയുടെ കൂടെ നിൽക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞതിന്റെ ദർശനം നമുക്കറിയാം. ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് മുഹമ്മദ് ബിൻ ഖാസിം അസ്സന്ദി എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ചുറുചുറുക്കുള്ള ഒരു സൈന്യാധിപൻ വഴിയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്? 300ഓളം മനുഷ്യരെ തടവിലാക്കി ഭക്ഷണം നിഷേധിച്ച് പട്ടിണിക്കിട്ട് ഇവിടുത്തെ സിന്ധിലെ ഒരു രാജാവ് കൊല്ലാക്കൊല ചെയ്യുന്നുവെന്ന വാർത്ത കേട്ടപ്പോൾ
ആ മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അബുൽ ഖാസിം അസ്സംദി. അദ്ദേഹം എവിടത്തുകാരനാണ്? മക്കയിലെ തായിഫ് പ്രദേശത്തുകാരനാണ്. ഏത് തായിഫുകാരനാണ് അദ്ദേഹം? ഒരു കാലത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. ആ സമയത്ത് കല്ലെറിഞ്ഞ് കൂക്കി വിളിച്ച് പ്രവാചകന്റെ മടമ്പ് വെട്ടി രക്തമൊലിച്ച് ആ ഈത്തപ്പഴത്തോട്ടിൽ വിശ്രമിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. പ്രവാചകരെ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഈ ജനതയെ നശിപ്പിക്കാൻ അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ട്. ആ സമയത്ത് അറിവില്ലാതെ ചെയ്തതാണ് ഈ ജനത, നീ പുറത്തു കൊടുക്കല്ല എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഏതെങ്കിലും ഒരു തലമുറയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആരെങ്കിലും വന്നാൽ അതാണ് എനിക്ക് ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത് എന്നന്ന് പറഞ്ഞ തായിഫുകാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാമുമായി വന്ന മുഹമ്മദ് ഇബ്നു ഖാസിം അസ്സംദി എന്ന് പറയുന്ന മനുഷ്യൻ നീതിക്ക് നടപ്പിലാക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രചാരണാർത്ഥം വന്ന മാലിക് ദിനാർ എന്ന് പറയുന്ന ചരിത്ര പുരുഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂരിലാണ് വന്നത്. കൊടുങ്ങല്ലൂരിൽ അസമത്വത്തിന്റെ ഏറ്റവും വലിയ ഒരാശയം നിലനിന്നിരുന്ന കേരളത്തിൽ, അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് പറയുന്നത്, കേരളം ഒരു ഭ്രാന്താലയമാണ്. ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അനുമതി ചോദിച്ച് ആഴ്ചകളോളം കൊടുങ്ങല്ലൂർ കടന്നു സ്വാമി വിവേകാനന്ദൻ. ജാതിയിൽ അല്പം താഴ്ന്ന കാറ്റഗറിയിൽപ്പെട്ടതുകൊണ്ട് സ്വാമിക്ക് പ്രവേശനം നൽകിയില്ല. അദ്ദേഹം നിരാശനായി തിരിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണ്, അതും കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് എന്ന്, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞാൽ അതേ കൊടുങ്ങല്ലൂരിൽ ഏകദേശം 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദിനാർ നടപ്പിലാക്കിയ ചരിത്രം നീതിയുടെയും സമത്വത്തിന്റെയും വിഭാവനകളായിരുന്നു, ഇമാജിനേഷൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാലിക് ദിനാർ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്റെ അയൽപക്കത്തുള്ള വീടുകളിലേക്ക് അദ്ദേഹം ഭക്ഷണം എത്തിച്ചു കൊടുക്കും. 40 വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും, ഉള്ള ആളുകൾക്ക് ഭക്ഷണമുണ്ട് എന്ന വിവരം അദ്ദേഹം മനസ്സിലാക്കും. കാരണം എന്താണ്? അയൽവാസി പെട്ടിട്ട് കിടക്കുമ്പോ വയറ് നിറക്കുന്നവൻ വിശ്വാസിയല്ല എന്ന പ്രവാചക വചനത്തിന്റെ പൊരുളതാണ്. ആരാണ് ദൂതരായ അയൽവാസി? മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമുള്ള 40 വീടുകളെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, അദ്ദേഹം കച്ചവടക്കാരനാണ്, ലോകം അറിയപ്പെട്ട വ്യവസായിയാണ്. കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കച്ചവടം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കടയിലേക്ക് സാധനത്തിന് വരുന്ന ആളുകളെ കണ്ട ളുഹ്ർ വരെ, ഉച്ച സമയം വരെ മാത്രമാണ് അദ്ദേഹം കച്ചവടം ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കട തുറക്കാറില്ല. അദ്ദേഹത്തിന്റെ കടയിലേക്ക് സാധനം ഉച്ചയ്ക്ക് ശേഷം ആരെങ്കിലും വന്നാൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടാവും, സാധനം വിൽക്കില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോ അദ്ദേഹം ചൂണ്ടിക്കാട്ടി, നീ ചോദിക്കുന്ന സാധനം ആ കടയിലും കിട്ടും എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. ആ മനുഷ്യനാണ് കേരളത്തിലെ സാധാരണക്കാർക്കിടയിലെ ആദ്യത്തെ മുസ്ലിം എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അപ്പു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. കാരണം എന്താണ്? ഈ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും ഈ ദർശനത്തെ മനുഷ്യർ അനുഭവിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രബോധകനായി ചരിത്രം രേഖപ്പെടുത്തിയത് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി എന്ന് പറയുന്ന അജ്മീർ ഷെയ്ഖാൻ. ഇസ്ലാമിലേക്ക് ധാരാളം ആളുകളെ അദ്ദേഹം പ്രബോധനം ചെയ്തു. ആ സമയത്ത് ജയ്പൂരിൽ അദ്ദേഹം ഒരു സദ്യ നടത്തുന്നുണ്ട്. ആ സദ്യയിൽ ഇന്ത്യയിലെ സവർണരും അവർണരുമായ എല്ലാവരെയും ഒരൊറ്റ വരിയിൽ അണിനിരത്തുകയാണ് അദ്ദേഹം. എന്നിട്ട് ആ സദ്യ ഒരൊറ്റ ലൈനിൽ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരെ പോലെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച ആ നാട്ടില് അപരിചിതത്വമുള്ള കാഴ്ചയാണ്. അതൊരിക്കലും ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ്. ഈ ഒരൊറ്റ സദ്യ കൊണ്ട് 150 കുടുംബങ്ങളാണ് ഇസ്ലാമിന്റെ സാഹോദര്യ തീരത്തിലേക്ക് വന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ മാലിക് ദിനാർ തന്റെ പരിചാരകനെ ഇമാമ നിർത്തി കൊടുങ്ങല്ലൂരിൽ നമസ്കരിക്കുന്നത് കണ്ട് ആ സാഹോദര്യത്തിന്റെ വിഭാവന കൺമുന്നിൽ ദർശിച്ചത് കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം രേഖപ്പെടുത്തിയത് സർദാർ കെ.എം. പണിക്കർ എന്ന് പറയുന്ന ചരിത്രകാരനാണ്. ഇസ്ലാമിന്റെ നീതിയുടെ വിഭാവന സാഹോദര്യവും സമത്വത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ബിലാലും മിന്നി എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾ തനിക്ക് സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. തനിക്ക് സയന്റിസ്റ്റ് ആവാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ആത്മഹത്യ ചെയ്തപ്പോ അദ്ദേഹം ഒരു കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ജാതിയുടെ വിളനിലമായി രാജ്യത്ത്
എനിക്കൊരിക്കലും സയന്റിസ്റ്റ് ആവാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ യാത്ര പോവുകയാണ് കിനാബുകൾക്ക് അതിരുകളില്ലാത്ത ലോകത്തേക്ക് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. രോഹിത് ബമുല എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ച് ആ ബിലാലും മിന്നി എന്ന് പറഞ്ഞ ആശയത്തിന്റെ വക്താക്കൾക്ക് ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കുക, സ്വന്തം അമ്മ മരിച്ചാൽ അടുക്കള കുഴിച്ച് ആ കുഴിവാടം ഒരുക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് ദലിതരും ആദിവാസികളും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യനെ കൈപിടിച്ച് ബിലാലും മിന്നി എന്ന് പറഞ്ഞ ഒരു ആശയം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ആ മനുഷ്യരിലേക്ക് നീതിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായി നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ട അനിവാര്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ നിശബ്ദമായി നിൽക്കുന്ന ഏറ്റവും വലിയ അനീതിയാണല്ലോ ഫലസ്തീൻ എന്ന് പറയുന്നത്, ഗസ എന്ന് പറയുന്നത്. ലോകത്തെ വൻരാഷ്ട്രങ്ങൾ ഒരു ഭാഗത്ത്, ആയുധ ശക്തികൾ ഒരു ഭാഗത്ത്, കുതന്ത്രങ്ങളുടെയും മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ സമീപനങ്ങളുടെയും ഈറ്റില്ലമായ ലോകത്തെ ചെറ്റം വിരാട്ടമായ ഇസ്രായേൽ നേതൃത്വം നൽകുന്ന മനുഷ്യക്കുരുതിയെ നമുക്കറിയാം. UN അപലപിക്കുന്നില്ല. മനുഷ്യ സമൂഹങ്ങൾ എത്രയാണ്? 200-ലധികം ജേർണലിസ്റ്റുകളാണ്, പത്രപ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ഗസയിൽ കൊല ചെയ്യപ്പെട്ടത്. അതിൽ അനസ് ജമാൽ ഷരീഫ് ഉണ്ട്, അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ അനസ് ജമാൽ ഷരീഫ്. അദ്ദേഹത്തോട് സഹപ്രവർത്തകർ പറയാണ്, അനസെ, നീ ഖത്തറിലേക്കോ അല്ലെങ്കിൽ ഇസ്താംബുളിലേക്കോ സ്ഥലം മാറിപ്പോകണം, നീ രക്തസാക്ഷിയാവും, നീ കൊല്ലപ്പെടും. ആ സമയത്ത് അനസ് ജമാൽ ഷരീഫ് കൂട്ടുകാർക്ക് അയച്ച ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ട്, ലൻ നഖ്റുജ മിൻ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന, ഗസയിൽ നിന്ന് ഞാൻ സ്വർഗത്തിലേക്ക് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും പോവില്ല എന്ന മെസ്സേജാണ്. അങ്ങനത്തെ പത്രപ്രവർത്തകർ, അതുപോലെ നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകർ, UN വളണ്ടിയർമാർ, 200-ലധികം കൊല ചെയ്യപ്പെട്ട ലോകത്തെ ഏക സംഘർഷമാണ് ഗസ എന്ന് പറയുന്നത്. ഒരു UN വളണ്ടിയർ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ ലോകത്തിന്റെ സമീപനം എന്താകും? 200-ലധികം UN വളണ്ടിയർമാർ കൊല ചെയ്യപ്പെട്ട പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഗസയുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അതിന്റെ ക്രൂരതയുടെ അടയാളം മനസ്സിലാക്കാൻ ഒരു പുസ്തകമുണ്ട്, എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സലാമ എഴുതിയ ഒരു പുസ്തകമുണ്ട്. 5000 ദിവസങ്ങൾ ബർസഖിയായ ലോകത്ത് എന്നാണ് അത്. ബർസഖിയായ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഖബറിൽ കഴിഞ്ഞ 5000 ദിവസങ്ങൾ, 13 വർഷങ്ങൾ തടവറയിൽ കഴിഞ്ഞ അബ്ദുറഹ്മാൻ സലാമ എന്ന് പറയുന്ന മനുഷ്യന്റെ ഓർമ്മക്കുറിപ്പ് മതി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അനീതിയും അതുപോലെ ക്രൂരതയും ലോകത്തിന്റെ മുന്നിൽ വ്യക്തമാക്കാൻ. ഖബറിൽ കിടക്കുന്നത് പോലെ എഴുന്നേൽക്കാനോ ഇരിക്കാനോ അല്പനിമിഷം മാത്രം സ്വാതന്ത്ര്യമുള്ള 13 വർഷത്തെ അതികഠിനമായ ശിക്ഷയുടെ വിവരണങ്ങൾ അസൽ സലാമ അതിൽ എഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഖാലിദ് മുസ്തൽ എന്ന് പറയുന്ന പോരാളികളുടെ നേതാവ്, അദ്ദേഹം ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, വാപ്പയും മകനുമാണ്. അബ്ദുൽ അസീസ് അസ്സൂഫി, അബ്ദുൽ ജലീൽ അസ്സൂഫി, അബ്ദുൽ ഹമീദ് അസ്സൂഫി എന്ന് പറയുന്ന 2 പേർ. ആ 2 പേർ അബ്ദുൽ ഹമീദ് അസ്സൂഫി മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഫലസ്തീൻ പോരാളികളുടെ നേതാക്കളായ ഖാലിദ് മുസ്തലും അന്ന് രക്തസാക്ഷിയായിട്ടില്ലാത്ത ഇസ്മായിൽ ഹനിയയും വരികയാണ്. അവർ 2 പേരും വന്നപ്പോ പിതാവ് ഓടിച്ചെന്ന് അവരെ സ്വീകരിക്കുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്. ഗസയിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു, ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെടാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് മകൻ മരിച്ച പിതാവ് ആ ദുഃഖം മറന്ന് ഈ നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ ആ പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫലസ്തീനികളുടെ പോരാളികളുടെ നേതാവ് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളിത് അനുഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീച്ചൂളയിൽ വിജയിച്ചു വന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് അനുഭവമില്ലാത്തവരാണ്. നിങ്ങൾക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. എന്റെ കൂടെ നിൽക്കുന്നത് ഗസയിലെ പ്രധാനമന്ത്രിയാണ്. ആ ഗസയിലെ പ്രധാനമന്ത്രി അതുപോലെ ഗസയിലെ 6 വയസ്സായ കുട്ടിയും ഒരുപോലെ ഔന്നിത്യം കാണിക്കുന്ന ലോകത്തെ പ്രദേശമാണ്. 200 ആളുകൾക്കുള്ള ഭക്ഷണം UN വളണ്ടിയർ ക്യാമ്പിൽ സപ്ലൈ ചെയ്യുമ്പോൾ 201-ാമത്തെ കുട്ടി 6 വയസ്സായ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരിക്കൽ ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി കരയും വിശപ്പുകൊണ്ട്. പക്ഷെ അപ്പുറത്തുള്ള കുട്ടിയുടെ പാത്രത്തിൽ നിന്ന് തട്ടിപ്പറിക്കയില്ല. കാരണം 6 വയസ്സായ കുട്ടിയും എന്റെ കൂടെ നിൽക്കുന്ന ഗസയിലെ ഈ പ്രധാനമന്ത്രിയും ഒരേ ഔന്നിത്യം പ്രകടിപ്പിക്കുന്ന പ്രദേശമാണ്. കാരണം ഞങ്ങൾക്കിത് അനുഭവജ്ഞാനമാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 2 കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക.
രണ്ട്, ഈ നീതിയും അനീതിയും തമ്മിലുള്ള സംഘർഷമുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടത്തെ നിങ്ങൾ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കുക. ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. നീതി കൽപ്പിക്കാനും തീർപ്പ് കൽപ്പിക്കാനും മനുഷ്യരിൽ അപൂർവം ചില ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. വിശ്വാസികളോട് നീതി കൽപ്പിക്കൂ എന്നല്ല അല്ലാഹു പറഞ്ഞത്. ശുഹദാ ബിൽ ഖിസ്ത്, ലോകത്ത് അനീതി എവിടെ നടമാടുമ്പോഴും നിങ്ങളുടെ സാന്നിധ്യം നീതിയുടെ ഭാഗത്ത് റബ്ബ് തരയും. നിങ്ങൾ ആ സമയത്ത് നീതിയുടെ ഭാഗത്തില്ലെങ്കിൽ, മിഹ്റാബിലാണെങ്കിൽ പോലും നാഥൻ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ബേജാറുമില്ല. കാരണം നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണമെന്നതാണ് സുന്നത്തുള്ള ദൈവത്തിന്റെ നടപടിക്രമം എന്ന് പറയുന്നത്. ആ നടപടിക്രമത്തിന്റെ ഭാഗമാകാൻ വിശ്വാസി സമൂഹത്തിന് ബാധ്യതയുണ്ട്. അതിന്റെ നേർചിത്രങ്ങൾ പകർന്നു നൽകിയ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുദ്സിന്റെ മോചനം സലാഹുദ്ദീൻ അയ്യൂബി, സ്പെയിനിന്റെ മോചനം താരിഖ് ബിൻ സിയാദ്, മക്കയുടെ മോചനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നടത്തിയ പോരാട്ടങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള സംഘർഷങ്ങളുടെ ചരിത്രം എമ്പാടും പറയുന്ന പരിശുദ്ധ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും അനീതി നിയമമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. NRCയും അതുപോലെ വഖഫ് ഭേദഗതി നിയമവും അടക്കമുള്ള അനീതി തന്നെ നിയമരൂപം കൊണ്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മോബ് ലിഞ്ചിങ് വ്യാപകമായ രാജ്യത്ത് അബ്ദുൽ സുൽഖാനും മുഹമ്മദ് അഖ്ലാഖും തുടങ്ങിയ മനുഷ്യർ, മുഹമ്മദ് അസീം അടക്കമുള്ള മനുഷ്യരെ നമുക്കറിയാം. ആൾക്കൂട്ട കൊലപാതകം എന്ന് നമ്മൾ പേര് വിളിക്കുന്ന മോബ് ലിഞ്ചിങ്ങിന്റെ സംഘപരിവാറിന്റെ ബോധപൂർവമായ കൊലപാതകങ്ങൾക്കിരയായ മനുഷ്യർ, അതുപോലെ തന്നെ വംശഹത്യകൾക്ക് വിധേയമായ മനുഷ്യർ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിയുടെ പാത്രമായ ധാരാളം മനുഷ്യരുണ്ട്. നിയമം മുഖേന അനീതിക്ക് വിധേയമാകപ്പെട്ട മനുഷ്യർ. ഇങ്ങനെ ലോകത്ത്, ഈ രാജ്യത്ത് 57 കോടി മനുഷ്യരാണ് ഒരു ദിവസം ശരാശരി 20 രൂപക്ക് താഴെ വരുമാനമുള്ളവർ. ആ മനുഷ്യർ ജീവിക്കുന്ന കാലത്ത് എന്നത് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഓതാനുള്ള ഒരു സൂറത്ത് മാത്രമല്ല, പട്ടിണി കിടക്കുന്ന മനുഷ്യരിലേക്ക്, കണ്ണീരൊലിപ്പിക്കുന്ന മനുഷ്യരിലേക്ക് നീതിയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശങ്ങളുമായി എത്താത്ത കാലത്തോളം വിശ്വാസി സമൂഹമേ, നിങ്ങളുടെ ദൗത്യം പൂർത്തിയാവില്ല. ഈ റമദാൻ സംഗമം ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നത് ഈ റമദാനിന്റെ ഏറ്റവും വലിയ സന്ദേശമായ നീതിക്ക് വേണ്ടി ലോകത്തെവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുക എന്നതാണ്. നീതി അനീതി നടമാടുന്ന ക്രൂരതയുടെ പര്യായമായ ഭരണാധികാരികൾ രാജ്യവും ലോകവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നീതിയുടെ ശബ്ദം എത്ര നേർത്തതാണെങ്കിലും ഒരു കാലത്ത് അത് വിജയിക്കും. അത് റബ്ബിന്റെ പ്രവചനമാണ്, സൃഷ്ടാവിന്റെ പ്രവചനമാണ്. കാരണം അനീതിക്കിരയായ മർദ്ദിതരായ ആളുകൾക്ക് ഭൂമിയുടെ കിരീടവും അധികാരവും തിരിച്ചു നൽകാതെ ഭൂമിയുടെ ചക്രം, ഭൂമിയുടെ കറക്കം പൂർത്തിയാവില്ല എന്നത്, ഭൂമിയുടെ കാലഗണന പൂർത്തിയാവില്ല എന്നത്, ഭൂമിയുടെ നടപടിക്രമങ്ങളെ പൂർത്തീകരണമാവില്ല എന്നത് ലോകം സൃഷ്ടിച്ചു പരിപാലിച്ച ജഗന്യന്താവിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് അഗ്നികുണ്ഡാരത്തിൽ നിന്ന് പുഞ്ചിരിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിന് 40 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഹദ്റത്ത് മൂസ അലൈഹിസ്സലാമിന് കടൽ പിളർത്തി സമാധാനത്തിന്റെ ദേശത്തേക്ക് യാത്രയാവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിൽ നിന്ന് ഹദ്റത്ത് യൂസുഫിന് രാജ്യത്തിന്റെ സിംഹാസനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് തന്റെ തന്റെ ജീവിതവും ആദർശവും ബഹിഷ്കരിക്കപ്പെട്ട ഒരു ദേശത്ത് വിജയശ്രീലാളിതനായി ഒട്ടകപ്പുറത്ത് ജയിച്ച ഭരണാധികാരിയായി ഹദ്റത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു നിൽക്കാൻ സാധിച്ചത്. പക്ഷേ ആ പ്രവചനം പുലരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ എത്രത്തോളം നീതിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചുവെന്ന് ആത്മപരിശോധന നടത്താൻ ഈ റമദാൻ ഒരു നിമിത്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.